ദൈവങ്ങളെ, ഇന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും സാധനം മോഷ്ടിക്കാൻ പറ്റണേ. ക്രിസ്മസ് ഒക്കെ ആയോണ്ട് ഈ വേഷത്തില് കക്കാൻ പോയാല് കള്ളനാണെന്ന് ആരും തിരിച്ചറിയൂല. എക്സ്ക്യൂസ് മീ മിസ്റ്റർ കന്ദസ്വാമി. അന്നത്തെ ക്രിസ്മസ് ഒക്കെയാണ് ക്രിസ്മസ്. ഇന്നൊക്കെ എന്ത്? ഇന്നെന്ത് കുഴപ്പം? പണ്ടത്തെ അത്ര ആഘോഷങ്ങളൊന്നുമില്ല ഇപ്പൊ. ഇത് കൊള്ളാം. ഒരു കൊതുകിനെ പോലും കൊല്ലേണ്ട ശേഷിയില്ലാത്ത അമ്മൂമ്മയെ കാണിച്ച് തന്നതിന് ദൈവമേ നന്ദി നന്ദി. സാന്ത അപ്പൂപ്പ വന്നല്ല. ഹാപ്പി ക്രിസ്മസ്. കരോളിന് ആരെയും കാണാനില്ലല്ലോ. അത് തന്നെ, ആരെയും കാണാനില്ലല്ലോ. അത് ബിസിനസിന്റെ ഭാഗമായിട്ട് വന്നതാ. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഓഫറിന് കുറെ സാരികളൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരികൾ വില കുറഞ്ഞു തന്നെ കിട്ടും. സാരി മാത്രമേ ഉള്ളൂ, പാന്റ് നിക്കറൊന്നുമില്ലേ? അതൊന്നുമില്ല. എന്നാ സാരി ഒന്ന് കാണിച്ചേ. പിന്നെന്താ? എനിക്ക് നിക്കറൊന്നും ഇല്ലായിരുന്നു. മക്കളെ, സാരിയൊക്കെ കൊള്ളാം കേട്ടോ. ഏതാന്ന് വെച്ചാ എടുത്തോളൂ, എനിക്ക് എടുക്കേണ്ടതല്ലേ. നിങ്ങൾ സാരി കൊടുക്കോ? അമ്മൂമ്മ, ഇപ്പൊ എന്താ ഇവിടെ നടന്നേ? എടാ, അവൻ കള്ളനായിരുന്നു, എന്റെ മാല കൊണ്ടുപോയി. ആ പട്ടി കാരണം എന്റെ കഴുത്ത് വേദനെടുക്കണ്. വാ, നമുക്ക് ചോറുണ്ണോ? ഈ സമയത്ത് ചോറുണ്ണാനാ? പോലീസിനെ ഒന്നും വിളിച്ച് കാര്യം പറയണ്ടേ? അതൊന്നും വേണ്ട. ഇപ്പോ തന്നെ സ്ഥലം വിട്ടാലേ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ ഞാൻ ട്രെയിൻ കയറി കണ്ണൂരും എത്തി. അപ്പോ നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയേ? ബാക്കി കഥ പറ. ഞാൻ കണ്ണൂർ എത്തിയ ഉടൻ തന്നെ മാല വിറ്റ്. അപ്പോഴാണ് അറിഞ്ഞത് അത് മുക്കുപണ്ടായിരുന്നെന്ന്. പിന്നെ പോലീസ് കേസൊക്കെയായി ഇവിടെ എത്തി. ഡാർക്ക്. ഇപ്പൊ കിളവി എന്തിനാണ്? അത് പറയാതിരിക്കണേ നല്ലത്. ഞാൻ അവിടെ വെച്ച 10,000 രൂപയുടെ സാരികളെ കൊണ്ട് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. അപ്പാ മുക്കുവണ്ട മാലക്ക് എത്ര കിട്ടുമായിരുന്നു? കൂടിപ്പോയ 250 രൂപ. ബെസ്റ്റ്. ഇനി നിന്റെ കഥ പറ. നീ എങ്ങനെ ഇവിടെ എത്തിയേ?